ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഞാൻ ഭഗവാനിലേക്ക് ചെന്നാൽ ഭഗവാൻ എന്നെ തിരിച്ചറിയുമോ? ഇത് പലരുടെയും സംശയമാണ്. എല്ലാവരും സംശയത്തോടുകൂടി ഭഗവാനിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ മടിച്ചു നിൽക്കുന്ന ധാരാളം പേരുണ്ട്. ഞാൻ ഭഗവാന്റെ വഴിയെ ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് ജീവിതത്തിൽ എന്ത് നന്മയുണ്ടാകും എന്നായിരിക്കും ധാരാളം പേർ ചിന്തിക്കുന്നത്. ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭൗതിക ജീവിതത്തെ എവിടെയെങ്കിലും ചുരുട്ടിക്കെട്ടി ഒരിടത്തും വെച്ചിട്ട് ആത്മീയ പാതയിലേക്ക് സഞ്ചരിക്കുകയല്ല ചെയ്യേണ്ടത്. ഭൗതിക ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വിദ്യയാണ് ആത്മീയത, ഒരു ജ്ഞാനം. എങ്ങനെയാണ് ഈ ദുരിതപൂർണമായ ഈ ഭൗതിക ജീവിതം നമ്മൾ എത്ര സമാധാനമായി ജീവിക്കാൻ നോക്കിയാലും നമുക്ക് ചുറ്റിനും കാണുന്ന ധാരാളം അസ്വാരസ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ചുറ്റിനും കാണുന്ന ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മൾ നിത്യേന വായിക്കുന്ന, കാണുന്ന, അറിയുന്ന എല്ലാം വിഷമിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിനും. നമ്മൾ ശാന്തമായി ഇരുന്നാലും നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ പടികടന്ന് മനസ്സിലേക്ക് വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുണ്ടാകുന്ന കാര്യങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകണം. ആ ജ്ഞാനത്തിലൂടെ, ആ വിദ്യയിലൂടെ നാം മുന്നോട്ട് പോകുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ജ്ഞാനം നേടുന്ന വ്യക്തികൾക്ക് പിന്നെ അതിനെ ചൊല്ലിയോ ഇതിനെ ചൊല്ലിയോ മറ്റുള്ളതിനെ ചൊല്ലിയോ ഒന്നും നമുക്ക് വിഷമിക്കേണ്ടി വരികയില്ല. എന്നുവെച്ചാൽ വിഷമം നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. എന്തു തന്നെ നടന്നാലും, എന്ത് കാര്യങ്ങളെല്ലാം സംഭവിച്ചാലും മനസ്സിനെ വിഷമം ബാധിക്കാതിരിക്കുന്ന അവസ്ഥയല്ലേ ഒരു അനുഗ്രഹം. ഭഗവാൻ പാണ്ഡവ കൗരവ യുദ്ധത്തിന് അവസാനം, അതായത് ധർമ്മയുദ്ധത്തിന് അവസാനം, ധർമ്മ സംസ്ഥാപനമാണല്ലോ ഭഗവാന്റെ അവതാര ലക്ഷ്യം. ധർമ്മം സംസ്ഥാപനം ചെയ്യുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഓരോ രൂപത്തിൽ അവതാരമെടുത്തത്. പൂർണ്ണ കലകളോടുകൂടിയ മനുഷ്യ അവതാര രൂപത്തിൽ ഭഗവാൻ എടുത്തപ്പോൾ ആ പരമാത്മാവായ പരമ്പൊരുൾ ഒരു പൂർണ്ണനായ അവതാരമെടുത്തതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അദ്ദേഹം അധർമ്മികളായിട്ടുള്ള കൗരവപക്ഷത്തെ നിശേഷം ഉന്മൂലനം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിച്ച് ആ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധർമ്മം പുനഃസ്ഥാപിച്ചെടുത്ത് വീണ്ടും പാണ്ഡവരെ ധർമ്മം അനുശാസിച്ച് ധർമ്മ നിഷ്ഠയോടുകൂടി ആ രാജവംശം ഭരിച്ച് കുരുവംശം ഭരിക്കുവാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ യുദ്ധാനന്തരം എല്ലാ പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ട്, രണ്ടു ഭാഗത്തുള്ളവരുടെയും പ്രിയപ്പെട്ടവരെല്ലാമാണ് നഷ്ടപ്പെട്ടത്. അവസാനം 5 പേരും, പാണ്ഡവർ 5 പേരും ഭഗവാനും സാത്വകിയും മാത്രം അവശേഷിക്കുന്ന ആ യുദ്ധഭൂമിയിൽ അശ്വത്ഥമാവ്, കൃതവർമാവ്, ഇവർ കൗരവപക്ഷം, ഇത്രയും പേർ മാത്രമേ, വിരലിൽ എണ്ണുന്നവർ മാത്രമേ അവശേഷിക്കുന്ന ആ യുദ്ധഭൂമിയിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയും അവർ നഷ്ടപ്പെട്ട വിലാപങ്ങളും അവരുടെ വികൃതമാക്കപ്പെട്ട ശരീരങ്ങളും വിച്ഛേദിക്കപ്പെട്ട ശിരസ്സുകളും ഒക്കെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് വിലപിക്കുന്ന ധാരാളം അമ്മമാരും സഹോദരങ്ങളും ഒരുപാട് പേര് യുദ്ധഭൂമിയിൽ വിലപിക്കുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, തൻ്റെ ശിഷ്ടകർമ്മങ്ങൾ ചെയ്യുവാൻ താൻ വളർത്തിയെടുത്ത തൻ്റെ മക്കൾ 100 പേർ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഗാന്ധാരി മാതാവും ആ യുദ്ധഭൂമിയിലേക്ക് എത്തുന്നു. ഓരോ മക്കളെയും, ഓരോ കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് അവരുടെ ജഡം എടുത്ത് മടിയിൽ വെച്ച് അമ്മ വിലപിക്കുന്നു, ദുര്യോധനാദികളുടെ മുഴുവൻ. എന്നിട്ട് ഭഗവാനോട് പറയുന്നു, ഭഗവാനെ, കണ്ണാ, ശ്രീകൃഷ്ണ, ഭഗവാൻ അങ്ങാണല്ലോ ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. ഗാന്ധാരി അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഭഗവാൻ ആരാണെന്ന്. കാലപുരുഷനായ ഭഗവാനാണ് മനുഷ്യരൂപത്തിൽ തൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ നിൽക്കുന്നതെന്ന് ആ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് എവിടെ ധർമ്മം അവിടെ വിജയം എന്ന് മകനോട് ആശീർവദനം ചെയ്തത്, യുദ്ധമുഖത്തേക്ക് പോകുന്ന. കാരണം ധർമ്മപക്ഷത്താണ് ഭഗവാൻ നിലനിൽക്കുന്നത്. ഭഗവാൻ എപ്പോഴും സത്യത്തിനും ധർമ്മത്തിനും മാത്രമേ നിലനിൽക്കൂ. ഭഗവാൻ എന്ത് അധർമ്മമായിട്ടുള്ളത് യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്.
ഭഗവാന്റെ നീതിയും ധർമ്മവും സാധാരണ മനുഷ്യന്റെ കേവല ചിന്തയ്ക്ക് ഉപരിയാണ് നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് മഹാഭാരതത്തിലെ യുദ്ധത്തിന്റെ അധർമ്മത്തെയും ധർമ്മത്തെയും വ്യവച്ഛേദിക്കുന്നത് മഹാതെറ്റാണ്. കാരണം മനുഷ്യന്റെ ധർമ്മമല്ല ഭഗവാൻ പ്രപഞ്ചനാഥനായ, പ്രപഞ്ച സൃഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ നിയന്ത്രിതാവായ ഭഗവാന്റെ ധർമ്മമെന്ന് പറയുന്നത്, ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വെറും നിസ്സാരമായ ഒരു സൃഷ്ടിയുടെ മാനസിക പശ്ചാത്തലത്തിലല്ല ആ ധർമ്മത്തെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ധർമ്മം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു. അധർമ്മികളെ ഭൂമിദേവിയുടെ ഭാരത്തിൽ നിന്ന് ഒഴിവാക്കി ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ അവതാരം ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ അധർമ്മികളുടെ നിഗ്രഹത്തിൽ മനംതൊന്ത് ആ ഗാന്ധാരി മാതാവ് ഭഗവാനെ നോക്കി, ഗൂഢമായി ഇങ്ങനെ നോക്കി, ഭഗവാനെ അവിടുന്ന് തന്നെയാണല്ലോ ഇതിനെല്ലാം, അങ്ങ് കാലപുരുഷനാണ്, കാലമാകുന്ന ആ സാഗരത്തിലേക്ക് ഒഴുകിയെടുക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒന്നിച്ച് ആവഹിക്കുന്ന അവിടത്തേക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നിട്ടും ഒരാളെങ്കിലും എനിക്ക് ബാക്കി വെക്കാമായിരുന്നല്ലോ, വൃദ്ധരായ ഞങ്ങളുടെ ശിഷ്ടകർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങളുടെ മക്കളിൽ ഒരാളെ പോലും മാറ്റിവെക്കാതിരുന്ന, അല്ലയോ കൃഷ്ണ, നീയും നിന്റെ ജന്മവും നിന്റെ ആ സന്തതി പരമ്പരകളും നിന്റെ വംശവും 3 പന്തീരാണ്ട് കഴിയുമ്പോൾ നശിച്ചു പോകട്ടെ എന്ന് ഗാന്ധാരി മാതാവ് ഭഗവാനോട് വചസ്സുകൾ ഉതിർക്കുമ്പോൾ ഭഗവാൻ എന്തുവാണ് ചെയ്തത്? ഭഗവാൻ വളരെ ശാന്തനായി എപ്പോഴും ചുണ്ടിൽ വിളയാടുന്ന ആ മന്ദസ്മിതത്തോടുകൂടി എല്ലാം അറിയുന്ന ഭഗവാൻ, ഇതും അറിയാവുന്ന ഭഗവാൻ ആ ശാപവും സ്വീകരിക്കുന്നു. കാരണം തൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് താൻ സ്വധാമത്തിലേക്ക് തിരികെ പോകുമ്പോൾ തൻ്റെ വംശവും അതോടെ നശിച്ചു പോകുമെന്ന് ഭഗവാന് നേരത്തെ അറിയാം. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഭഗവാൻ പിന്നെ എന്തിനാണ് അത് ആവർത്തിച്ച് പറയുന്ന ഗാന്ധാരി മാതാവിനെ കണ്ടിട്ട് എന്തിനു ദേഷിക്കുന്നു, എന്തിനു വിദ്വേഷ പ്രകടനം നടത്തുന്നു, അല്ലെങ്കിൽ എന്നെ ശപിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നു? ഭഗവാനാണല്ലോ ആ ശാപത്തിന് സംസാരിക്കുവാനുള്ള നാവും ആ ശക്തിയും കൊടുത്തത്. ഗാന്ധാരിയിലിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ബോധസ്വരൂപത്തിൽ. ഭഗവാൻ ഗാന്ധാരി ദേവിയിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഗാന്ധാരി ദേവിക്ക് ഭഗവാനെ ശപിക്കുവാനോ സംസാരിക്കുവാനോ അവിടെ കിടന്ന് വിലപിക്കുവാനോ കഴിയുമോ? ഇല്ല. അപ്പോൾ എല്ലാവരിലും ജീവനായി ആത്മചൈതന്യമായി കുടികൊള്ളുന്ന ഭഗവാന് എല്ലാം അറിയാം. ഒരാളുടെ നാവിലൂടെ മറ്റൊരാൾക്ക് കേൾക്കേണ്ട കാര്യം പോലും ഭഗവാനില്ല. അതുപോലെ ഭഗവാനെ നാം ശരണാഗതി അടയുമ്പോൾ ഭഗവാൻ അറിയാം എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് വേണ്ടത് വേണ്ടാത്തത് എന്ന്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ടെങ്കിൽ, അവർ ഭഗവാനിലേക്ക് എത്തുക, ഭഗവാനും വേണ്ടി വിട്ടുകൊടുക്കുക. ഇന്നെനിക്ക് നന്മയൊന്നും ഉണ്ടായില്ലയോ, ഇല്ലെങ്കിൽ വേണ്ട, ഇന്നെനിക്ക് വിഷമമേ ഉണ്ടായുള്ളൂ, ഉണ്ടായെങ്കിൽ ആയിക്കോട്ടെ, അത് ഭഗവാന്റെ ഇംഗിതമാണ്, ഭഗവാന്റെ ഇച്ഛയാണ്. എല്ലാം ഞാൻ ഭഗവാന്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുന്നു, ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിനവും എൻ്റെ ഭഗവാൻ എനിക്ക് ഉചിതമായത് ചെയ്യും, എനിക്ക് അനുചിതമായത് ഞാൻ എന്ന ശരീരം, മനസ്സ്, ചിത്തം ഇതെല്ലാം വെച്ച് ചിന്തിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ ഓരോന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ എനിക്ക് അനുചിതമായത് ചിന്തിച്ചാൽ ഭഗവാൻ എനിക്കത് സാധിച്ചു തരില്ല. ഞാൻ അനുചിതമായത് ചിന്തിച്ചത് കൊണ്ടാണ് എനിക്കത് ലഭിക്കാഞ്ഞത്, ഇത് ഭഗവാൻ ഉചിതമായി തോന്നിയിട്ടുണ്ടാവില്ല എന്ന സമാധാനത്തോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർ നിത്യേന സമാധാനത്തോടുകൂടി ജീവിക്കും, സന്തോഷത്തോടുകൂടി ജീവിക്കും. ഈ പാഠം മനസ്സിലാക്കിയാൽ സന്തോഷിക്കാൻ വേറെ വലിയ വലിയ സമ്പത്തുകളോ ആഡംബരങ്ങളോ ജീവിത സൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ ഏറ്റവും സ്നേഹിക്കാൻ ഒരു പ്രിയപ്പെട്ട വ്യക്തിയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാൻ എനിക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ ഉചിതമായിട്ടുള്ളത് ഭഗവാൻ ചെയ്യുമെന്നും അനുചിതമായിട്ടുള്ളത് എന്നിൽ നിന്ന് എടുത്തു കളയും എന്നും മാത്രം ധരിക്കുക. ഈ സൂത്രവാക്യം മാത്രം ധരിച്ചു വെച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലകൊള്ളും, കളിയാടും. അപ്പോൾ ശുദ്ധ മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ഇപ്പോൾ ഞാൻ ഭാഗവതം എന്ന് പറയാൻ പോലും പാടില്ല. ഭഗവാന്റെ ഹൃദയമാകുന്നു, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്ന രസമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ചേർച്ചയാണത്.
നാം അത് കോരി കുടിക്കും തോറും നമുക്കിങ്ങനെ സന്തോഷം. ഏത് ആഹാരം കഴിച്ചാലും നമുക്ക് ഒരു പരിധി വരും ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ മതി എന്നൊരവസ്ഥ വയറിന് വന്നിട്ട് ശരീരം അത് പുറത്ത് കാണിച്ച് നമ്മളത് അവസാനിപ്പിക്കും. പക്ഷെ ഭാഗവതമാകുന്ന കഥാരസം കോരി 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 കുടിക്കും തോറും അത് നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കുവാനുള്ള ആവേശം തരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മുടെ ആത്മാവാണത്, ഭഗവാനാണത്. നമ്മുടെ ആത്മാവെന്ന് വെച്ചാൽ ഭഗവാൻ. നമ്മൾ ആത്മാവിൽ രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആത്മനിർവൃതി കിട്ടി എന്ന് പറയുന്ന ചില അവസരങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നല്ല ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടി, ഇഷ്ടമുള്ള ആഭരണം കിട്ടി, ഇഷ്ടമുള്ള വാഹനം കിട്ടി. ആത്മനിർവൃതി കിട്ടുമോ? ഇല്ല. സന്തോഷമാണ് അവിടെ കിട്ടുന്നത്. ആത്മാവിനെ രമിപ്പിക്കുന്നതാണ് ആത്മനിർവൃതി. അത് ശരീരത്തെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഇവിടെ കാണുന്ന സ്ഥൂല വസ്തുക്കളിലൂടെ കിട്ടുന്നതല്ല. ആത്മാവിൽ ലയിച്ച് രമിച്ച് ആത്മനിർവൃതിയിൽ ലയിക്കുന്നത് ഭഗവത് കഥകളിലൂടെ, ഭഗവാന്റെ സാമീപ്യത്തിലൂടെ, ഭഗവാനോടുള്ള ലയനത്തിലൂടെ മാത്രമേ ഉള്ളൂ. അതിനുള്ള ഏക മാർഗമാണ് ഭാഗവത കഥാശ്രവണം, ഭഗവാനെ കോരി കോരി കുടിക്കുക എന്നുള്ളത്. അത് കുടിക്കും തോറും വളരെ രുചികരമായി, രസകരമായി, ആനന്ദ അനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിത്യേന എൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ ഉദിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ദിവസവും ചർച്ച ചെയ്യും. എന്നും നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഭാഗവത കഥാശ്രവണം തുടങ്ങിയതിന് ശേഷം അത് ഏതായാലും നഷ്ടമാവുകയില്ല. അതും ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അതാത് ദിവസം ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന സംഗതികളാണ് ഓരോ ദിവസവും ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് കേൾക്കുന്ന ഓരോ ഭക്തർക്കും അവരുടെ ജീവിതത്തിൽ അവർ വിഷമിച്ചിരിക്കുന്ന അല്ലെ അവരുടെ പ്രശ്നങ്ങളിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ഭഗവാൻ എൻ്റെ നാവിലൂടെ സംസാരിക്കുന്നതായി ധാരാളം പേർ പറയാറുണ്ട്. ഇത് തന്നെ ഞാൻ തുടരുക തന്നെ ചെയ്യും. ഒപ്പം ഏറ്റവും പ്രധാനമായി ഭാഗവതം രൂപത്തിൽ ഭഗവാനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ ശ്രദ്ധിക്കുവാൻ എല്ലാവർക്കും കഴിയുകയുള്ളൂ. ഭഗവാന്റെ ശ്രദ്ധ ആരിലേക്കുണ്ടോ അവരിലേക്ക് ഭഗവത് കഥാശ്രദ്ധകളും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സത്സംഗം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആത്മാവിനെ രമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈശ്വര ചിന്തയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഭഗവാന്റെ സംഘം വളരെ ശ്രേഷ്ഠമായി തോന്നും. ഭാഗ്യവശാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരത്തിൽ ഉണ്ടായ ഒരു ഗുണമാണ് ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ളവരും എല്ലാം ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വളരെ ആകൃഷ്ടരായി മുന്നോട്ട് വരാറുണ്ട്. നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ അപൂർവമായി ഭക്തിയിലേക്ക് എത്തുന്നത് പ്രായമുള്ളവർ മാത്രമാണെങ്കിൽ ഇപ്പോൾ ആ ഭക്തിയെക്കുറിച്ചും ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ഏറ്റവും താല്പര്യമുള്ളത് യുവജനങ്ങൾക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുക്ക് വിടുന്ന കുട്ടികൾ, അതുപോലെ സ്കൂളിലെ കുട്ടികളുടെ പേരൻസ്, ഇവരെല്ലാവരും വളരെ ആത്മബോധത്തിൽ ജീവിക്കുന്നവരാണ്, ഭക്തിയിലൂടെ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ സംഭാഷണങ്ങളിൽ, അവരുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു ദീനകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ ഉടനെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഉടനെ തരും. എത്രയോ നല്ല പുതിയ തലമുറയിലെ ചെറുപ്പക്കാരായിട്ടുള്ള പേരൻസാണ് അതിന് മുന്നിട്ടിറങ്ങുന്നത്. ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഗാന്ധി ഭവനിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള അമ്മമാരെ സന്ദർശിക്കാൻ വേണ്ടി അവിടെ പോകാനുള്ളൊരു പ്രോഗ്രാം, അതിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ് ചാർജുള്ള കുട്ടികളുടെ പേരൻസിനോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആ പേരൻസൊക്കെ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഞാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട്. സ്കൂളിൽ നിന്ന് അല്ലാതെ വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സമാഹരിച്ചു. അപ്പോൾ ഞാൻ എന്ന വ്യക്തി, ഞാനും എൻ്റെ മക്കളും ഒക്കെ ആയിട്ടാണ് ആ സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാവരുടെ ഒരു ട്രിപ്പ് പോയതാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന അതിനേക്കാൾ വലിയ തുകയാണ് ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടികളുടെ പേരൻസ് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്നത്. അപ്പോൾ എത്ര നല്ല ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അധർമ്മികളും അങ്ങനെ അജ്ഞാനികളുമായിട്ടുള്ളവർ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ എന്ന് എനിക്കന്ന് മനസ്സിലായി.
അപ്പോൾ ഓരോ നമ്മൾ നമ്മൾ നേടിയെടുക്കുന്ന ധനങ്ങൾ, നല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാമനകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നാം സമ്പാദിക്കുന്ന സമാഹരണം, നമ്മളുടെ ആ ജോലി എന്ന് പറയുന്ന യജ്ഞം, അത് ധർമ്മബോധത്തിലൂടെയാണെങ്കിൽ ആ ധർമ്മം നമ്മുടെ തലമുറകൾക്ക് വളരെ ശ്രേയസ്കരമാണ്. അവർ പോകുന്നിടത്ത് ഒരാപത്തും ഉണ്ടാകാതെ, അവരുടെ കാലിൽ പഴയ കാലത്ത് പറയുന്ന പോലെ ഒരു മുള്ളു പോലും തറയ്ക്കാതെ ഭഗവാന്റെ ആ ധർമ്മമാണ് ഭഗവാൻ, സത്യമാണ് ഭഗവാൻ, നീതിയാണ് ഭഗവാൻ, സ്നേഹമാണ് ഭഗവാൻ. ആ ഭഗവാൻ എവിടെയും സത്യത്തിൻ്റെ രൂപത്തിൽ, ധർമ്മത്തിൻ്റെ രൂപത്തിൽ, നീതിയുടെ രൂപത്തിൽ നമ്മുടെ തലമുറകളെ പിന്തുടരും. ലോകത്തെവിടെയും അരാജകത്വവും പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ കാഹളങ്ങളും മുഴങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെവിടെയും സുസ്ഥിരമായി സുരക്ഷിതമായി ഇരിക്കുവാൻ ഭഗവത് കരചരണങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ആ ഭഗവാന്റെ കരങ്ങളിൽ, ആ പത്മപാദങ്ങളിൽ നാം ആശ്രയിക്കുക, നമ്മുടെ തലമുറകളെ അതിലേക്ക് ചേർത്ത് വയ്ക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.